വണ്ടി ഓടിച്ചത് വലിയ ആളാണെങ്കിലും കൂടെ ഇരുന്ന് വേസ്റ്റ് ഇടുന്നത് കൊച്ചു ചെറുക്കനാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ ചാലയിലുള്ള രണ്ട് തല അടിച്ച് പൊട്ടിച്ചു. ആമയിഴഞ്ചാൻ തോടിലെയും റോഡരികിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ശുചീകരണ തൊഴിലാളികൾ രാപ്പകൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് വേസ്റ്റ് മാഫിയ തോടുകളിലും റോഡിലും കൊണ്ട് തള്ളുന്നത്. ഇവരെ തടയാൻ ശ്രമിക്കുന്ന ശുചീകരണ തൊഴിലാളികളെ കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങളും കുറവല്ല. ഇവിടെ ഈ ഓടയിൽ മെയിൻ ഓടയിൽ ആമയിഴഞ്ചാൻ തോട് തന്നെ തോട് ഭാഗങ്ങളിൽ കൊണ്ടങ്ങിടും. ഹൈവേയിലുണ്ട്, പിന്നെ ഹൈവേയിലുണ്ട്. ആളൊഴിഞ്ഞ സ്ഥലം നോക്കി അവർ കൊണ്ട് എസ്കോർട്ട് വരും. അവർ വന്ന് നമ്മൾ എവിടേക്ക് ഇരിക്കണമെന്ന് അവർക്ക് വിളിച്ച് പറയും. വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇന്ന സ്ഥലത്ത് ആളിരിപ്പുണ്ട്, അവിടെ പോകണ്ട, ഇന്ന സ്ഥലത്ത് പോകാൻ പറയും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10-15 വയസ്സായ പയ്യൻ കൊണ്ടിട്ടിട്ട് അവനെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അവനോട് തന്നെ പറയാൻ പറ്റും. അവൻ നമ്മളെടുത്ത് ചേട്ടാ ഞങ്ങളല്ല മറ്റേ മാമനാണ് മറ്റേ മാമനാണെന്ന് പറയും. ആ രണ്ടുപേരും നമ്മൾക്ക് ഇതേപോലെ നമ്മളെ കൂടെയുള്ള ചേട്ടൻ വണ്ടി അവർ പിടിക്കാൻ നോക്കി, വണ്ടി ഇടിച്ച് മറിച്ചിട്ടിട്ട് അവരെ ദേഹത്ത് വണ്ടി കയറ്റാൻ നോക്കി, അവരെ ഇപ്പോൾ ഇടയ്ക്ക് പിടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഒരു നമ്മൾ ചാലയിലുള്ള ചേട്ടൻ്റെ തല അടിച്ച് പൊട്ടിച്ചു. കൂടുതലും ആൾക്കാർ കരിമടത്തുള്ളവർ തന്നെ ഇങ്ങനെ നമുക്കിതായിട്ട് പറഞ്ഞത് പല രീതിയിലും പറഞ്ഞു നോക്കി, അവർ കേൾക്കണില്ല. അവരെ ജോലിയായിട്ട് അവരത് കാണുകയാണ്. നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവണുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞ് ഇവർ എടുക്കുന്നിടത്ത് നമ്മൾ പോയി പിടിക്കാറില്ല. അല്ലെങ്കിൽ നമ്മളെ സർക്കിൾ വരുന്നത് ഇട്ട് പോയി പിടിക്കാറില്ല. ഇവർ നമ്മളെ ഏരിയയിൽ വന്നാൽ മാത്രമേ നമ്മൾ പിടിക്കാറുള്ളൂ. ഇവരിങ്ങനെ ചെയ്തിട്ട് പോകുമ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓടയ്ക്കകത്ത് നമുക്ക് എടുത്ത് മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഈ സാധനങ്ങളെല്ലാം തരംതിരിച്ച് അതിന് സ്റ്റാഫുകൾ വരും. ഫുഡ് വേസ്റ്റ് പന്നി ഫാമിന് കൊടുക്കണം, അവരെടുക്കാൻ പറഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണം. തിരിച്ച് പ്ലാസ്റ്റിക് എടുക്കുന്ന പൈസ കൊടുക്കണം. അത് അതിൻ്റെതായ സജ്ജീകരണമൊക്കെ അതിൻ്റെതായ പൈസ കൊടുക്കാൻ പറ്റും. അത് ഹോട്ടലുകാർ ഏജൻസി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 1000 രൂപ കൊടുക്കണമെങ്കിൽ ഇവന്മാർ 800 രൂപയ്ക്ക് എടുക്കും. 200 രൂപ ഹോട്ടലുകാർക്ക് ലാഭം. ആ 800 രൂപയും കൊണ്ടുവന്ന് ഇവന്മാർ റോഡി അടിച്ചിട്ട് പോകും. അത് ഞങ്ങൾക്ക് തലയിലാവും. അതിനാണ് വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു ഭാഗത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഭരണസമിതികൾ മാറി മാറി വന്നിട്ടും തിരുവനന്തപുരം നഗരത്തിന്റെ മാലിന്യ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല.